Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് വെച്ചിട്ട് ഇടിയപ്പം ആട്ടോ. ഇത് നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഗോതമ്പിന്റെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം. ഈ ഇടിയപ്പം ഞാൻ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്ക് തേങ്ങ ചേർക്കാണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടി. ഈ ഗോതമ്പ് പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ അരിപ്പൊടി വറുത്തെടുക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണം. അത് മൂക്കെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ അത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായി ഞാൻ ഈ പൊടി വറുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ ആ പൊടി നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ നമ്മൾ തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര പൗഡർ പോലെയായി നമ്മളത് വറുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പം ഇനി നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. അതുപോലെ നല്ലൊരു ഗോതമ്പ് പൊടി മൂക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇത് ഗോതമ്പ് പൊടി മൂത്തു എന്നുള്ളത്. ഇതൊന്ന് ഇളക്കണം. എന്താ വെച്ചാൽ പാത്രത്തിൽ ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് ഒന്ന് കുറയണ വരെ ഒന്ന് ഈ പൊടി ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഗോതമ്പ് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കണം. അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് നമ്മൾ പൊടിക്കകത്തോട്ട് വെള്ളം ചേർത്തിട്ടാട്ടോ ഞാൻ കുഴയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റുമെന്നുള്ള പേടി വേണ്ട. നമുക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ എണ്ണേൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആച്ചിൽ കൂടെ പീച്ചത്തില്ലേ, അപ്പം പെട്ടെന്ന് തന്നെ മാവ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. ഇങ്ങനെ എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചിൻ്റെ അകത്ത് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കണം. ചെറിയ തലയല്ല, നല്ലപോലെ വെട്ടിത്തിളക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആ പൊടിയിലേക്ക് നമുക്കത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെട്ടിത്തിളക്കണം. ഇനി ഇത് നമുക്ക് ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഒഴിക്കാം. മറ്റേ അരിപ്പൊടി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്നത് മയപ്പെടുത്തിയെടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളം തന്നെയാട്ടോ ചേർത്തേക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൊടിയുടെ ഇതനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. എല്ലാ പൊടിക്കും ഒരുപോലെ തന്നെ വരണം എന്നില്ല. നമ്മുടെ മാവ് നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും ഒരു നന്നായിട്ടത് മയപ്പെടുത്തിയെടുക്കണം. ഇതിപ്പോൾ ചൂടാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചൂടാറിപ്പോകരുത്, ചെറിയ ചൂട് വേണം. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തൊന്നുമില്ല. അതുപോലെ ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടി വേകാനും കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇത് നോക്കാം. കുറച്ച് സമയം ആയിട്ടുണ്ട്. ചൂടുണ്ട്, എന്നാലും നമുക്ക് സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ. കുഴയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഇതല്ലേ, അപ്പോൾ ചൂടുള്ള മാവല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തൂക്കാം. ഇതുപോലെ എണ്ണ എടുത്തതിന് ശേഷം ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ എണ്ണ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ചൂടറിയത്തില്ല. വേറെ ചൂടില്ലായിക്കൊന്നുമില്ല കേട്ടോ. എന്നാലും ചൂടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കെന്നാലും ഇതുപോലെ ഇങ്ങനെ പിടിക്കാൻ പറ്റും. ആ ഒരു പരുവത്തിനുള്ള ചൂടാണ്. എനിക്ക് പൊതുവെ ചൂട് കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ കൈ പൊതുവേ ഭയങ്കര സോഫ്റ്റാണ്. ഇതുപോലെ ഒന്ന് നല്ലപോലെ മയപ്പെടുത്തിയെടുക്കണത്. നമ്മൾ ഇത് അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂടും കേട്ടോ. സമയം ഗോതമ്പ് പൊടിക്ക് അത്ര ആകത്തില്ല. നമ്മൾ ആ ഒഴിക്കുന്ന എത്രയാണോ പൊടിയെടുത്താൽ അത്രയും തന്നെ മാവേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ കൂടെ നമുക്ക് പീച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ മാത്രം കുറച്ച് വെള്ളം വെച്ച് വെച്ചാൽ മതി. ഒരുപാട് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലൊന്ന് ഓയിൽ പറ്റണം. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. അപ്പോൾ അത് തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്ന് മാവ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇളകി വരാനായിട്ട് കുറച്ച് പാടായിരിക്കും.
അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്രീസ് ചെയ്യുന്നത്. അത് എല്ലായിടത്തും സൈഡിലൊക്കെ പറ്റിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും പറ്റിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് പീച്ചി കൊടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ച് ഇങ്ങനത്തെ ആട്ടോ, നമ്മളിങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ട് പീച്ചുന്ന ടൈപ്പ്. അപ്പോൾ അതിലേക്ക് ആദ്യമേ അച്ചിട്ട് കൊടുക്കാം. അച്ചിട്ട് കൊടുത്തതിന് ശേഷം മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയ ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മാവ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ എണ്ണയൊന്നും തേക്കുന്നില്ല, എണ്ണയൊന്നും തേക്കാണ്ട് തന്നെയാട്ടോ ഇതുപോലെ മാവ് ഇടുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിൽ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ കുഴയ്ക്കാൻ നേരത്തും കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടൊക്കെയാണ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വട്ടത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചിട്ട് മൂടും അടയ്ക്കുമ്പോൾ ഇത് വെച്ചിട്ട് ആക്കിയിട്ട് പീച്ചുമ്പോഴത്തേക്ക് മാവെല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഷീറ്റ് കട്ട് ചെയ്തിട്ടൊക്കെ എൻ്റെ പപ്പ പറഞ്ഞു തന്നൊരു ടെക്നിക്കാട്ടോ അത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാവ് മുകളിലോട്ട് പോരത്തില്ല. ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്താണ് ഷീറ്റ് എന്ന്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസാണത്. ഇതുപോലെയൊക്കെയുള്ള ഫുഡൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് കണ്ടെയ്നർ ഉണ്ടാവില്ലേ, നമ്മൾ ലുലുന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടും ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ. ഇപ്പം നാട്ടിലൊക്കെ കടകളിൽ കിട്ടും തോന്നുന്നു ഇതുപോലത്തെ കണ്ടെയ്നർ. അപ്പോൾ ആ ഷീറ്റ് ഈ പ്ലാസ്റ്റിക് പാത്രം ഞാൻ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കൂട്ടോ. അപ്പം മാവ് ഒട്ടും തന്നെ മുകളിലേക്ക് പൊങ്ങി വരത്തില്ല. ഇനി നമുക്കിത് പീച്ചെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തേങ്ങ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ആദ്യമേ കുറച്ച് ഒരു ലെയർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങ ഇട്ടിട്ടാണ് ബാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് തേങ്ങ ചേർക്കാം കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. തേങ്ങ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കണ്ടേ. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇടിയപ്പത്തിൽ തേങ്ങയൊന്നും ചേർക്കത്തൊന്നുമില്ല. അവർ തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കറി ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ പിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ മാവെല്ലാം പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇത് അത്ര ഈസി ഒന്നും അല്ല കേട്ടോ. നമ്മൾ അരിപ്പൊടി പീച്ചെടുക്കുന്ന അത്ര ഈസി അല്ല ഇത്. നമുക്ക് അതുപോലെ ലൂസാക്കാനും ഇപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം അധികം ചേർക്കാനും പറ്റത്തില്ല, ഗോതമ്പ് പൊടിയല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ആക്കിയേക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നൂലിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടിയായിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ഒരു നൂല് കണക്ക് തന്നെയാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്തേക്കുന്ന മാവ് നല്ല കറക്റ്റ് പരുവത്തിന്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടിയപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിന് ശേഷം നമ്മൾ മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയ ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പപ്പടക്കോല് വെച്ചിട്ട് കുത്തി നോക്കി വെച്ചാൽ മതി. അപ്പം ഇതിൽ മാവ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഉടനെ തന്നെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഇത് തന്നെ വെച്ചേക്കരുത്.
അപ്പോൾ ഞാനിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് താഴോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അതിൻ്റെ അകത്ത് നിന്ന് ഇളക്കിയെടുക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. നല്ല ചൂടോടെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോവും. അപ്പം ചെറിയ ചൂടോടുകൂടി വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഒന്ന് കൊട്ടി വെച്ചാൽ മതി. അത് അങ്ങനെ തന്നെ വീണോളും. നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കമത്തുക കണ്ടോ, പെട്ടെന്ന് തന്നെ അത് വീണ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അത് ഞാൻ വെറുതെ ഇങ്ങോട്ട് കമത്തിയിട്ടതുള്ളൂ. അപ്പം തന്നെ ഇതെല്ലാം കൂടെ വീണു. ഗോതമ്പിൻ്റെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്